ഞങ്ങളിങ്ങനെ ബോറടിച്ചിങ്ങനെ ഇരിക്കുമായിരുന്നേ. അപ്പോഴാണെങ്കിൽ അപ്പുറത്ത് ചേച്ചി ഞങ്ങളോട് ദൃശ്യം 3 കണ്ടോ മഞ്ജുവോ എന്ന് ചോദിച്ചിട്ടോ. നല്ല പടമാണ് എന്നൊക്കെ പറഞ്ഞു. അത് കേട്ട പാതി കേൾക്കാത്ത പാതി ഇന്നൂസ് ഒരേ തുള്ളൽ കേട്ടോ. നമുക്ക് സിനിമയ്ക്ക് പോകാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ കുറേ സമാധാനപ്പെടുത്തി, എടാ ഇവിടെ പോകാൻ പറ്റൂല, നമുക്ക് അറിയൂല, അപ്പം വരട്ടെ എന്നൊക്കെ പറഞ്ഞ് കുറേ സമാധാനമൊക്കെ പെടുത്തിയപ്പോൾ പറഞ്ഞ് ഫ്ലിക്ക് ബോക്സിൽ സിനിമ ഉണ്ട്, ദൃശ്യം 3 ഉണ്ട്, നമുക്കത് കാണാമെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ കടയിൽ പോയിട്ട് കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിച്ച് വന്നിട്ട് മക്കൾസിതാ സ്നാക്സൊക്കെ പൊട്ടിച്ച് ഓരോ പ്ലേറ്റിലൊക്കെ ഇട്ട് സിനിമ കാണാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പോൾ എനിക്ക് പഴയ ഓർമ്മകളൊക്കെ ഇങ്ങനെ വന്നിട്ടോ. എൻ്റെ കസിൻസൊക്കെ കൂടുമ്പോഴേ ഞങ്ങളെല്ലാവരും വെക്കേഷൻ ടൈമിലൊക്കെ ഇങ്ങനെ സിനിമയൊക്കെ ഇട്ട് ഹോം തിയേറ്ററൊക്കെ ആയിരിക്കുമല്ലോ. എന്നിട്ട് ഞങ്ങൾ പ്രേതത്തിൻ്റെ പടമായിരുന്നു കേട്ടോ അന്നൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. കാരണം ഇങ്ങനെ ഇരിക്കും, വേറെ വേറെ സ്ഥലത്തായിരിക്കും, ഭയങ്കര ഗത്തിലൊക്കെ ഇരിക്കും. പിന്നെ നോക്കുമ്പോൾ ലാസ്റ്റ് അവസാനമൊക്കെ ആകുമ്പോഴത്തേക്ക് എല്ലാവരും അടുത്ത് വന്നിരുന്ന് പേടിച്ചിട്ടൊക്കെ കാണലുണ്ട്. എന്ത് രസമായിരുന്നോ അന്ന്. ഇന്നിപ്പോൾ നോക്കി ഞങ്ങൾ 3 മാത്രം. പിന്നെ ഇതൊരു രസമല്ലേ, മക്കൾക്ക് പുറത്തൊന്നും പോകണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ ദൃശ്യം 3 കണ്ടു. അടിപൊളിയായിരുന്നു കേട്ടോ. പക്ഷേ തിയേറ്ററിൻ്റെ ലുക്ക് നമുക്ക് വീട്ടിൽ കിട്ടില്ല, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം. ബൈ.